യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വചനം നമുക്ക് വായിക്കാം. നീ ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമാകുന്നു. ഓരോരുത്തൻ അവനവന്റെ നടപ്പിനും പ്രവൃത്തികളുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കേണ്ടതിന്. ഓരോരുത്തവൻ അവനവന്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കേണ്ടതിന്. നീ മനുഷ്യരുടെ എല്ലാ വഴികളിന്മേലും ദൃഷ്ടി വെക്കുന്നു. ഇത് യിരെമ്യാവ് എന്ന് പറയുന്ന പ്രവാചകൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനകൾക്കകത്തെ ഒരു വചനങ്ങളാണ്. യിരെമ്യാവ് ദൈവത്തിന്റെ പ്രവാചകനായതുകൊണ്ട് ആ പ്രവാചകന് ദൈവത്തിന് സ്തോത്രം പ്രാർത്ഥിക്കുന്ന വാക്കുകൾക്കകത്ത് പോലും പ്രവചന ദൂതുകളുണ്ട്. പഴയ നിയമത്തിൽ വലിയ പ്രവാചകന്മാരും ചെറിയ പ്രവാചകന്മാരും ഉണ്ട്. ഞാൻ ഈ ഭാഗം പ്രസംഗിച്ചുകൊണ്ട് നിങ്ങളിലോട്ട് ഈ ദൂതിനെ ഒന്ന് കൊണ്ടുവരിക. വലിയ പ്രവാചകന്മാരും ചെറിയ പ്രവാചകന്മാരും ഉണ്ട്. യെശയ്യാവ്, യിരെമ്യാവ്, എഹെസ്കേൽ, ദാനിയേൽ അങ്ങനെ വരുന്നതെല്ലാം വലിയ പ്രവാചകന്മാരും, പിന്നീട് ഹോശയ്യ മുതലുള്ളവർ ചെറിയ പ്രവാചകന്മാരുടെ ഗണത്തിൽപ്പെടുന്ന പ്രവാചക സംഖ്യകളെയാണ് പഴയ നിയമത്തിൽ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നത്. ദൈവത്തിൻ്റെ സ്വന്തം ജനം ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ ദൈവത്തിലേക്ക് ജനത്തെ അടുപ്പിക്കാനാണ് ദൈവം പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചത്. ഇപ്പൊ പ്രവചനദൂതൊക്കെ വരുമ്പം വല്ല കുറവുണ്ട്, അത് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ ആരെയും കുറ്റം വിധിക്കുകയും ചെയ്യരുത്. ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ച് അടുത്തോണം ദൈവത്തോട്. അത് നിനക്ക് വലിയ അനുഗ്രഹമാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. അപ്പൊ യിരെമ്യാവ് എന്ന് പറയുന്ന പ്രവാചകനെ കുറിച്ച് യിരെമ്യാ പ്രവചനം 1-ാം അധ്യായത്തില് ദൈവം യിരെമ്യാവിനെ പ്രവചിക്കാനായിട്ട് എഴുന്നേൽപ്പിക്കുകയാണെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ദൈവം യിരെമ്യാവിനോട് പറയുന്നുണ്ട്, നിന്നെ ഞാൻ പിന്മാറ്റത്തിൽ പോയ ജനത്തിനിടയിലായിട്ടാണ് വിടുന്നത്. ദൈവത്തിൽ നിന്ന് അകന്നു പോയ ജനം. പിന്മാറ്റം എന്ന് പറഞ്ഞാൽ എന്തുവാ? ദൈവത്തിൽ വന്നിട്ട് ദൈവത്തിൽ നിന്ന് ഈ ദൈവത്തോട് അടുത്തിരിക്കുന്നതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യാവസ്ഥ. ഈ നമ്മളെ പുറകോട്ട് കൊണ്ടുപോകുന്ന ധാരാളം സ്പിരിറ്റുകളുണ്ട്. പുറകോട്ട് കൊണ്ടുപോകാതെ മുന്നോട്ട് നിൽക്കണമെങ്കിൽ എപ്പോഴും നമ്മുടെ ഉള്ളിൽ വചനം ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കണം. ഒരാമയും പറയണം. അതുകൊണ്ട് ഒരു മീറ്റിംഗ് ഒക്കെ കൂടിക്കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ വലിയ കൊള്ള കണ്ടു കിട്ടിയവരാവല്ല ഇറങ്ങിപ്പോകുന്നത്. അപ്പൊ യിരെമ്യാവിനെ ദൈവം പ്രവചിക്കാൻ എഴുന്നേൽപ്പിച്ച എപ്പോഴാന്ന് വെച്ചാൽ ദൈവത്തിൽ നിന്ന് ജനം അകന്നു പോയപ്പോൾ തിരിച്ച് ദൈവത്തിലേക്ക് കൊണ്ടുവരണം. അതിനാണ് സ്തോത്രം ദൈവം പ്രവാചകന്മാരെ ആ കാലങ്ങളിൽ എഴുന്നേൽപ്പിച്ചു കൊണ്ടിരുന്നത്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം, യിരെമ്യാവ് പ്രവചിക്കുവാനായിട്ട് നിൽക്കുമ്പം യിരെമ്യാവിനോട് ദൈവം പറഞ്ഞു, നീ അവരോട് ഞാൻ പ്രവചിക്കണം. യിരെമ്യാവ് പറയാം, അയ്യോ കർത്താവേ, എനിക്ക് ആ യിരെമ്യാ പ്രവചനം 1-ാം അധ്യായം എടുക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ മനസ്സിലാകുന്ന ചില കാര്യങ്ങളുണ്ട്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ ആദ്യത്തെ ചില വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കണം. ഹല്ലേലൂയ. 5-ാമത്തെ വാക്യം പോലെ വായിച്ചാട്ടെ. നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജാതികൾക്ക് പ്രവാചകനാക്കി നിയമിച്ചിരിക്കുന്നു. ദൈവം യിരെമ്യാവിനോട് പറയുകയാണ്, നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് നിന്നെ ഞാൻ കണ്ടു, നിന്നെ ഞാൻ ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവൻ പറയുകയാണ്, അയ്യോ യഹോവേ, എന്നാൽ ഞാൻ അയ്യോ യഹോവയായ കർത്താവേ, എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ, ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞു. അവൻ ദൈവത്തോട് പറയാ, കർത്താവേ, എനിക്ക് സംസാരിക്കാനൊന്നും അറിയത്തില്ല, ഞാൻ എന്തുവാണ്? ബാലനാണ്. അടുത്ത വാക്യം കൂടെ വായിക്കാം. അതിന് യഹോവ എന്നോട് അരുളി ചെയ്തത്, ഞാൻ ബാലനെന്ന് നീ പറയരുത്. ഞാൻ ബാലനാണെന്ന് നീ എന്ത് ചെയ്യരുത്? പറയരുത്. ഞാൻ നിന്നെ അയക്കുന്ന ഏവരുടെയും അടുക്കൽ നീ പോകുകയും, ഞാനാ നിന്നെ അയക്കുന്നേ, നീ അവരുടെ അടുക്ക പോണം. ഞാൻ നിന്നോട് കൽപ്പിക്കുന്നൊക്കെയും സംസാരിക്കുകയും, ഞാൻ നിന്നോട് എന്തോ പറയുന്നു അത് നീ അവരോട് പറഞ്ഞേക്കണം. നീ അവരെ ഭയപ്പെടരുത്, നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പൊ യിരെമ്യാവിനോട് പറഞ്ഞു, നീ എന്ന് പ്രവചിക്കുമ്പം അവർ നിന്നെ ഉപദ്രവിക്കും, അടിയൊക്കെ കിട്ടും. ചിലപ്പോൾ നല്ലതായിട്ട് പ്രവചിച്ച അടി കിട്ടും. സ്തോത്രം. കാരണം ദൂത് പറയുമ്പോൾ അടി കിട്ടും. അപ്പൊ അങ്ങനെ യിരെമ്യാവിനെ പിടിച്ച് എന്താണെന്നറിയാം, അവർ ഈ കാവൽപുര മുറ്റത്ത് സ്തോത്രം ഒരു വെള്ളമില്ലാത്ത കുഴിക്കകത്തിട്ടു. സ്തോത്രം. അപ്പൊ യിരെമ്യാവിന് യിരെമ്യാവ് എന്ന് പ്രവചിക്കുകയാണ്, നിങ്ങളെ ശത്രു പിടിച്ചോണ്ട് പോകും, നിങ്ങളെ ഉന്മൂലനാശം ചെയ്യും. ഇത് പറഞ്ഞപ്പോൾ ഇവർക്ക് അങ്ങ് ദേഷ്യം വന്നു. യിരെമ്യാ പ്രവചനം 32-ാം അധ്യായത്തിൽ തന്നെ ആ വാക്യം കിടപ്പുണ്ടവന്. ഹല്ലേലൂയ. 5-ാമത്തെ വാക്യം വായിച്ചു നോക്കി. 32-ന്റെ 5. അവൻ സിദക്കിയാവെ ബാബേലിലേക്ക് കൊണ്ടുപോകും, ഞാൻ അവനെ സന്ദർശിക്കും വരെ അവൻ അവിടെ ഇരിക്കും. നിങ്ങൾ കൽദയരോട് യുദ്ധം ചെയ്താൽ നിങ്ങൾക്ക് സാധ്യമുണ്ടാകുകയില്ല എന്ന യഹോവയുടെ അരുളപ്പാടെന്നും. അന്ന് ബാബേൽ രാജാവിന്റെ സൈന്യം യെരൂശലേമിനെ നിരോധിച്ചിരുന്നു. യിരെമ്യാ പ്രവാചകനോ യഹൂദ രാജാവിന്റെ അരമനയുടെ കാവൽപുരമുറ്റത്ത് അടയ്ക്കപ്പെട്ടിരുന്നു. അപ്പൊ യിരെമ്യാവിനെ ഇപ്പൊ എവിടെ പ്രവചിച്ചോണ്ട് ഇപ്പൊ എവിടെ അടച്ചേക്കുവാ? കാവൽപുരമുറ്റത്ത് അടച്ചേക്കുവാ. അപ്പൊ പ്രവചിക്കുമ്പോ സൂക്ഷിച്ചൊക്കെ പ്രവചിക്കണം. ചൊവ്വ പ്രവചിച്ചില്ലെങ്കിൽ പ്രശ്നമൊക്കെ ഉണ്ടാകും. പക്ഷെ ഈ കാവൽപുരമുറ്റത്ത് അടയ്ക്കപ്പെട്ടപ്പോഴും പ്രവാചകന് ദൈവം ദൂത് കൊടുക്കുക. ആ ദൂത് എന്താണെന്നറിയോ? ദൈവം പറഞ്ഞുറപ്പിക്കുക. ഞാൻ തുടക്കത്തിലേ പറയാം, ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അത് സാഹചര്യത്തിനെതിരായാലും
ദൈവം അത് നിവർത്തിച്ചിരിക്കും.